السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുർ-റഹീമായ അല്ലാഹു പരിശുദ്ധമായ ഖുർആനുമായിട്ട് ഏറെ അടുക്കാനും ആ ഖുർആനിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കാനും അങ്ങനെ പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന് ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കാനും നമുക്ക് അവൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ദീർഘമായ ഒരു യാത്രക്ക് ഒരുങ്ങിയതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആ യാത്രയിൽ തന്റെ കൂട്ടുകാരൻ യൂഷ എന്ന ആളായിരുന്നു. യൂഷ ബിൻ നൂൻ മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ട വളരെയേറെ അടുപ്പമുള്ള ഒരു ഖാദിമ കൂടിയായിരുന്നു. പിന്നീട് ഈ യൂഷ നബിയാവുന്നുമുണ്ട് മൂസാ നബിയുടെ കാലശേഷം. ഈ യാത്രയുടെ തുടക്കമുണ്ടായത് പറയാം. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിൽ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വിജ്ഞാനങ്ങളുള്ള ഒരു പ്രസംഗമായിരുന്നു. വിജ്ഞാനത്തിന്റെ വിവിധ തലങ്ങൾ സദസ്സിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒഴുകി വരുന്ന ആ വിജ്ഞാന നയാഗ്ര കേട്ടുകൊണ്ട് സദസ്സിലെ ചില ആളുകൾ ചോദിച്ചു, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആലിമാരാണ്? അത്ഭുതം കൊണ്ട് ചോദിച്ചതാണ്. കാരണം അത്രമാത്രം അറിവുകൾ മൂസാ നബിയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത്യത്ഭുതത്തോടെ അവർ ചോദിച്ചു, ഇന്നത്തെ ഏറ്റവും വലിയ ആലിമാരാണ്? മൂസാ നബി അലൈഹി സ്വലാം ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് തന്റെ അറിവനുസരിച്ച് അന്ന് താൻ തന്നെയാണ് ഏറ്റവും വലിയ ആലിമ്. തന്റെ അറിവനുസരിച്ച് മറ്റൊരു ആലിമ് ഇല്ല. അള്ളാഹു നബിയാക്കി, റസൂലാക്കി, ഉലുൽ അസ്മാക്കി വളരെയേറെ ആദരവ് നൽകിയ നബിയല്ലേ. മൂസാ നബി താൻ മനസ്സിലാക്കിയത് പറഞ്ഞു, ഇന്നത്തെ ആലിമ് ഞാൻ തന്നെയാണ്. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു കാര്യം പഠിപ്പിച്ചു. നിങ്ങൾ വളരെയേറെ അറിവുള്ള ആളാണ്, നിങ്ങൾക്ക് വലിയ അറിവൊക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ തന്നെ നിങ്ങൾക്കും മറ്റു ചിലരിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അത് മൂസാ നബിക്കും അറിയിച്ചു കൊടുത്തു, അല്ലാത്തവർക്കും അറിയാനുള്ള അവസരമുണ്ടാക്കി. എത്ര അറിവുള്ളവനാണെങ്കിൽ തന്നെ അഹങ്കാരമൊന്നും ഇല്ലെങ്കിൽ തന്നെ അഹങ്കാരത്തിന്റെ ഒരു ചെറിയ പുക പോലും ഉണ്ടെങ്കിൽ, ഒരു പൊടി പോലും ഉണ്ടെങ്കിൽ വാക്ക് ഉപയോഗിക്കരുത്. ഈ അർത്ഥത്തിനുള്ള ഒരു നിർദ്ദേശം കൂടിയാണത്. അതനുസരിച്ച് അള്ളാഹു മൂസാ നബിയോട് കൽപ്പിച്ചതാണ് നേരത്തെ നാം പറഞ്ഞ ആ യാത്ര. മജ്മഅൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ രണ്ട് സമുദ്രങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലം ആഫ്രിക്കയിലാണത്. അവിടെ എത്തുന്നത് വരെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ യാത്ര തുടങ്ങി. അപ്പൊ ഇതായിരുന്നു ആ യാത്രയുടെ തുടക്കം. അതിന്റെ കാരണവും ഇതായിരുന്നു. അങ്ങനെ ആ ദീർഘമായ യാത്രയിൽ നടന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا فلما جاوزا അങ്ങനെ മൂസാ നബിയും തന്റെ കൂട്ടുകാരനായ യൂഷ എന്നവരും വിട്ടുകടന്നപ്പോൾ, എന്തിനെ വിട്ടുകടന്നു? അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടതായ ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്തെ അവർ വിട്ടുകടന്നു. അഥവാ മജ്മഅൽ ബഹ്റൈനിൽ എത്തിയാൽ നിങ്ങൾക്ക് ആ സ്ഥലം ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരു തെളിവുണ്ടാവും. അവിടെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആ വ്യക്തിയെ കണ്ടെത്തുക എന്ന് അള്ളാഹു പറഞ്ഞിരുന്നു. പക്ഷെ ക്ഷീണിതരായ ഇവർ ആ പാറക്കല്ലിന്റെ അവിടെ കിടന്നുറങ്ങുകയും ഉറങ്ങി ഉണർന്നപ്പോൾ താൻ ഉദ്ദേശിച്ചതിലധികം സമയം നഷ്ടപ്പെട്ടതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം പെട്ടെന്ന് തന്നെ പുറപ്പെടാൻ ഖാദിമിനോട് പറയുകയും അതനുസരിച്ച് സാധന സാമഗ്രികളൊക്കെ എടുത്തിട്ട് ഖാദിമ് വേഗത്തിൽ പുറപ്പെടുകയും ചെയ്തു. ദീർഘമായ യാത്ര നടത്തി കുറെ എത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഉറങ്ങിയ സമയത്ത് ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. മൂസാ നബി നല്ല ഉറക്കമാണ്, തളർന്ന ഉറക്കമാണ്.
അതിലിടക്ക് യൂഷ ഉളു ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബഹറിലെ ഒരു സ്ഥലത്തിറങ്ങി. അവിടെ നിന്ന് വെള്ളമെടുത്തു, അങ്ങനെ ഉളു ചെയ്തു. ഉളു ചെയ്തിട്ട് കയറി തന്റെ ഉളുവിന്റെ വെള്ളം ആ കുട്ടയിലുണ്ടായിരുന്ന ആ ഉണക്ക മത്സ്യത്തിന്റെ ശരീരഭാഗത്ത് സംഭവിച്ചപ്പോൾ ആ മത്സ്യത്തിന് ജീവൻ ലഭിച്ചു. മാവുൽ ഹയാത്തായിരുന്നു ആ വെള്ളം. ആ വെള്ളം തട്ടിയാൽ അതിന് പുതുജീവൻ ലഭിക്കും. അങ്ങനെയുള്ള അത്ഭുതകരമായ വെള്ളമായിരുന്നു. ആ മത്സ്യം ജീവനുള്ളതായി തീരുകയും അത് കടലിലേക്ക് ചാടുകയും ആ കടലിലൂടെ അത് പോകുന്ന സ്ഥലത്ത് നല്ലൊരു ഹോള്, ഒരു ഗുഹ രൂപപ്പെടുകയും ചെയ്തു. അതിനാണ് സറബ് എന്ന് പറയുന്നത്. സറബ് മത്സ്യം ഒരു സറബനെ ഉണ്ടാക്കുകയും അത് മൂസാ നബിക്കും തന്റെ കൂട്ടുകാരനും അജബുണ്ടാക്കുകയും ചെയ്തു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കടലിൽ ആ മത്സ്യം ഒരു സറബനെ ഉണ്ടാക്കി. ജാലസമക്കു സറബൻ ഫജഅല ഹാദാ ലിമൂസ വലിഫതാഹു അജബ. മൂസാ നബിക്കും തന്റെ ആ കൂട്ടുകാരനും അതൊരു അത്യത്ഭുതമാവുകയും ചെയ്തു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് മൂസാ നബിയോട് പറയാൻ ഈ ഖാദിമ് വിട്ടുപോയി. തിരക്ക് പിടിച്ച യാത്രയിൽ അങ്ങനെ അങ്ങോട്ട് യാത്ര തുടർന്നു. യാത്ര ചെയ്ത് കുറെ എത്തി. ലമ്മാ ജാബസ, അങ്ങനെ കുറെ ദൂരം ചെന്നപ്പോൾ കാല മൂസാ നബി അലൈഹിസ്സലാം ലി ഫത്താഹു, തന്റെ യുവാവിനോട് പറഞ്ഞു, ആത്തിന ഗദാന, പ്രഭാത ഭക്ഷണം കൊണ്ടുവരൂ. ലഖദ് ലഖീന, തീർച്ചയായും ഞാൻ എത്തിച്ചിരിക്കുന്നു, മിൻ സഫരിന ഹാദ, നമ്മുടെ ഈ യാത്ര, നാം ആ കിടന്നുറങ്ങിയ സ്ഥലം മുതൽ ഇപ്പോൾ ചെയ്ത യാത്ര ഉണ്ടല്ലോ, അത് കാരണത്താൽ നസബൻ, വളരെ ക്ഷീണത്തെ എത്തിച്ചിരിക്കുന്നു. നേരത്തെ ഒന്നും ഇല്ലാത്തൊരു ക്ഷീണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം വേഗം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്താണ് യൂഷ എന്നവർക്ക് ഓർമ്മ വന്നത് ആ അത്ഭുതകരമായ സംഭവം. ഉടനെ യൂഷ നബി പറഞ്ഞു, قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا. قال, അന്നേരം ഖാദിമായ യൂഷ പറഞ്ഞു, അറഅയ്ത, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സംഗതി പറയാനുണ്ടായിരുന്നു. ഇത് അവൈനായില സ്വഹ്റത്തി, നാം ആ കിടന്നുറങ്ങിയ സ്ഥലത്തെ ആ പാറയിലേക്ക് നാം എത്തിപ്പെട്ടപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളപ്പോ ഉറങ്ങുകയായിരുന്നു. ഇപ്പൊ ഇന്നി നസീത്തുൽ ഹൂത്ത, മത്സ്യത്തിൽ നിന്നൊരു സംഭവം ഉണ്ടായത് ഞാൻ മറന്നുപോയി പറയാൻ. അപ്പൊ ഇന്നി, തീർച്ചയായും ഞാൻ, നസീത്തു, ഞാൻ മറന്നു, അൽ ഹൂത്ത, ആ മത്സ്യത്തിന്റെ സംഭവം മറന്നു. യഥാർത്ഥത്തിൽ അത് മറക്കാൻ പറ്റിയതല്ല, ഒരു അത്യത്ഭുതമായിരുന്നു. വമാ അൻസാനീഹു ഇല്ല ശൈത്താനു, പിശാചല്ലാതെ അതിനെ എനിക്ക് മറപ്പിച്ചിട്ടില്ല. അഥവാ നദ്കുറഹു, ഞാൻ ഇതുവരെയും അതിനെ ഓർക്കാതിരിക്കാൻ കാരണം പിശാചി എന്നെ മറപ്പിച്ചത് തന്നെയാകുന്നു, അവനല്ലാതെ എന്നെ മറപ്പിച്ചിട്ടില്ല. അത്രയും പ്രധാനപ്പെട്ട കാര്യമാണത് എന്ന് പറഞ്ഞിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു. വത്തഹദ, മത്സ്യം ആക്കുകയും ചെയ്തു, ആ ഉണക്ക മത്സ്യം, സബീലഹു, അതിന്റെ വഴിയെ, ഫിൽ ബഹരി, സമുദ്രത്തിൽ, അജബൻ, ഒരു അത്ഭുതത്തെ ഉണ്ടാക്കി. എന്താ? ഒരു ഗുഹ രൂപപ്പെട്ടു. ആ ഗുഹയിലൂടെ ആ മത്സ്യം അങ്ങനെ പോയി. ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ടതായിരുന്നു, പക്ഷേ ഞാനത് പറയാൻ വിട്ടുപോയി. അങ്ങനെ മൂസാ നബിയും ഈ പറയപ്പെട്ട ഖാദിമും പിന്നിലേക്ക് തന്നെ മടങ്ങുന്ന രംഗമാണ് ഇനി പറയാനുള്ളത്. قال ذلك ما كنا نبغي فارتدا على آثارهما قصصا. قال, അന്നേരം മൂസാ നബി പറഞ്ഞു, ذلك, ആ മത്സ്യം ചാടിയ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം, മാ, ഒരു സ്ഥലമാകുന്നു, കുന്ന നബ്ഗി, നാം തേടുന്ന സ്ഥലം അത് തന്നെയാകുന്നു. അവിടെയാണ് നാം അന്വേഷിക്കുന്ന സ്ഥലം, അവിടെയാണ് നാം അന്വേഷിക്കുന്ന ആ മഹാവ്യക്തിത്വമുള്ളത്. എന്നിട്ടോ ഇനി അങ്ങോട്ട് എത്തണമെങ്കിൽ തിരിച്ചു മടങ്ങണ്ടേ? ഫർത്തദ്ദ, അവർ രണ്ടുപേരും മടങ്ങി, തിരിച്ചു മടങ്ങിയാല ആസാരിഹിമ, അവർ ഇങ്ങോട്ട് വന്ന അതേ കാൽപ്പാടുകളുടെ മേൽ അങ്ങോട്ട്, ആ കാൽപ്പാടുകൾ നോക്കി തന്നെ അങ്ങോട്ട് പോയി. ഖസസ, അവർ തന്നെ കഥ പറഞ്ഞുകൊണ്ട്, സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോയി. അങ്ങനെ അവിടെ എത്തി നോക്കിയപ്പോൾ രണ്ടഭിപ്രായമുണ്ട്. അവിടെയുള്ള പാറയുടെ മുകളിലാണ് എന്നും, അതല്ല, ആ ഗുഹ കണ്ടെത്തി, ആ ഗുഹയിലൂടെ ഇവരങ്ങനെ സഞ്ചരിച്ചു,
കടലിലുള്ള ഗുഹയാണ്. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ അതൊരു ജസീറത്ത്, ഒരു ദ്വീപിലെത്തിയെന്നും എന്റെ അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും അവിടെ ചെന്ന് നോക്കിയപ്പോൾ فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. فوجد, അങ്ങനെ ഇവർ ഇരുവരും എത്തിച്ചു, അബിദൻ, ഒരു മഹാനായ അബിദിനെ, മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽപ്പെട്ട വളരെയേറെ ബഹുമതിയുള്ള ഒരു അടിമയെ അവർ കണ്ടെത്തി. അത് ഖളിർ നബി ആയിരുന്നു, ഖളിർ നബി അലൈഹിസ്സലാം ആയിരുന്നു. അവര് ആ മത്സ്യം നഷ്ടപ്പെട്ട അതേ സ്ഥലത്ത്, ആ മത്സ്യം ചാടിപ്പോയ അതേ സ്ഥലത്ത്, ആ പാറമൽ, അതല്ലെങ്കിലോ ആ മത്സ്യം പ്രവേശിച്ച ആ ദ്വാരത്തിലൂടെ ഇവർ പ്രവേശിച്ചു. അങ്ങനെ അവർ എത്തിപ്പെട്ട ആ ദ്വീപിൽ അവർ രണ്ടുപേരും എത്തിച്ചു. അബിദൻ മിൻ ഇബാദിന, അള്ളാഹു ആദരിച്ച നമ്മുടെ അടിയാറുകളിൽ പെട്ട ഒരു അടിമയെ കണ്ടെത്തിച്ചു. അവർ കണ്ടത് ഒരാളിങ്ങനെ ആ ദ്വീപിൽ പുതപ്പിട്ട് മൂടിയിട്ടിങ്ങനെ കിടക്കുന്നു, ഒരു വെള്ള വസ്ത്രം കൊണ്ട് മൂടിയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അതിന്റെ ഒരു ഭാഗത്ത് തന്റെ തലയുടെ ഒരു ഭാഗം വസ്ത്രത്തിന്റെ തലയുടെ താഴ്ഭാഗത്താണ്, മറുഭാഗം കാലിന്റെ അടിയിലുമാണ്. അപ്പൊ മുഴുവൻ മൂടിയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ചെന്ന് മൂസാ നബി അലൈഹിസ്സലാം ആ കിടക്കുന്ന ആൾക്ക്, അയാൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, സലാം ചൊല്ലി. അദ്ദേഹം തല ഉയർത്തി, എന്നിട്ട് അവിടെ ഇരുന്നു, എന്നിട്ട് സലാം അടക്കി. അലൈക്കസ്സലാം യാ നബിയ ബനി ഇസ്രായേൽ എന്നായിരുന്നു സലാം അടക്കിയത്. ബനു ഇസ്രായേലിലെ നബിയെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. ഉടനെ മൂസാ നബി ചോദിച്ചു, ഞാൻ ബനു ഇസ്രായേലിലെ നബിയാണെന്ന് നിങ്ങൾക്ക് ആരാണ് അറിവ് നൽകിയത്? അന്നേരം അദ്ദേഹം പറഞ്ഞു, അത് ഖളിർ അലൈഹിസ്സലാമാണ്. പറഞ്ഞു, എനിക്കത് അറിവ് നൽകിയത് ഇങ്ങനെ ഞാൻ എന്നൊരാളുണ്ടെന്നും ആ ആളുടെ അടുത്തേക്ക് പോകണമെന്നും നിങ്ങൾ അറിയിച്ചൊരു അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹു ആണ് എന്ന്. ഖളിർ നബിയാണെന്നും അതല്ല വലിയാണെന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഒരു മഹാനാണ് എന്നുള്ളതിൽ അഭിപ്രായന്തരമില്ല. അങ്ങനെ ഈ ഖളിർ അലൈഹിസ്സലാം മൂസ നബിയോട് പറഞ്ഞു, അതല്ല, നിങ്ങൾക്ക് ബനു ഇസ്രായേൽ ഒരുപാട് ജോലിയുള്ള തിരക്കുള്ള ആളല്ലേ, അവരെ എപ്പോഴും കണ്ണുവെട്ടാതെ നോക്കേണ്ട ആളല്ലേ നിങ്ങൾ എന്തിനങ്ങോട്ട് പോകുന്നത്? ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, എന്നെ അള്ളാഹു നിങ്ങളിലേക്ക് അയച്ചത് നിങ്ങളോട് പിന്തുടരണമെന്നും നിങ്ങളിൽ നിന്ന് അറിവ് പഠിക്കണമെന്നും നിർദ്ദേശിച്ചു കൊണ്ടാകുന്നു. ആ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ആതൈനാഹു, ആ അടിമക്ക്, ആ ആദരണീയരായ അടിമക്ക് അള്ളാഹു പറയുന്നു, ഞാൻ നൽകിയിരിക്കുന്നു റഹ്മത്തൻ മിൻ ഇൻദിന, എന്റെ ഭാഗത്തിൽ നിന്നുള്ള കാരുണ്യത്തെ നൽകിയിട്ടുണ്ട്, മഹാത്ഭുതമാകുന്ന അറിവ് നൽകിയിട്ടുണ്ട്. വഅല്ലംനാഹു, അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചിട്ടുണ്ട്, മിൻ ലദുന്ന, എന്റെ ഭാഗത്തിൽ നിന്ന് ഇൽമൻ, വളരെ ബഹുമതിയുള്ള ഇൽമിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മൂസാ നബിക്ക് ഇല്ലാത്ത ചില അറിവുകൾ ഖളിർ നബിക്ക് ഉണ്ടായിരുന്നു. ഖളിർ നബിക്കില്ലാത്ത എത്രയോ അറിവുകൾ മൂസാ നബിക്കുണ്ട്. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. قال له, ഖളിർ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു മൂസാ നബി ചോദിച്ചു, ഹൽ അത്തബിഉക, നിങ്ങളോട് ഞാൻ പിന്തുടരട്ടെയോ, അലാ അൻ തുഅല്ലിമനി, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന വ്യവസ്ഥയുടെ മേൽ, മിമ്മാ ഉല്ലിംത, നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന്, റുഷ്തൻ, സന്മാർഗത്തിനാൽ. നിങ്ങൾക്ക് അള്ളാഹു ഒരുപാട് റുഷ്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സന്മാർഗങ്ങളാകുന്ന ഇൽമുകൾ. അതിൽ നിന്ന് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന കരാർ അനുസരിച്ച് ഞാൻ നിങ്ങളോട് പിന്തുടരാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ അതിന് അനുവദിക്കുമോ? ഒരു മുത്തഅല്ലിമിന്റെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഇത് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഈ ഉസ്താദാകാൻ പോകുന്ന ആള് പറയേണ്ടത് തീർത്തും ഖളിർ നബി പറയുകയും ചെയ്തു. അതെന്താണത്? ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ. ഖാല, അപ്പോൾ ഖളിർ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നക, തീർച്ചയായും നിങ്ങൾ, ലൻ തസ്തതിഅ, നിങ്ങൾ കഴിവുള്ളവരാവുകയില്ല, മഅ, എന്നോടുകൂടെ സബ്റൻ, ക്ഷമിക്കുന്നതിന്. എന്നിൽ നിന്ന് അറിവടിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഈ ഉസ്താദ് നിങ്ങൾ മനസ്സിലാക്കിയത് പോലത്തെ ഉസ്താദല്ല.
അതുകൊണ്ട് എന്നിൽ നിന്ന് നിങ്ങൾക്ക് അറിവടിക്കണമെങ്കിൽ, എന്നോട് നിങ്ങൾ സഹവസിക്കണമെങ്കിൽ, സഹകരിച്ച് നീങ്ങണമെങ്കിൽ നല്ല ക്ഷമ വേണം. നിങ്ങൾക്ക് അങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല. മൂസാ നബിയോട് ഖളർ അലൈഹിസ്സലാം പറഞ്ഞു. മൂസാ നബി പറഞ്ഞു, ഞാൻ ക്ഷമിക്കാൻ, നിങ്ങൾ എനിക്ക് അറിവ് പഠിപ്പിച്ചു തരുമല്ലോ, എന്റെ കടപ്പാടനുസരിച്ച് ഞാൻ ക്ഷമിക്കുക തന്നെ ചെയ്യാമെന്ന് മറുപടി പറഞ്ഞപ്പോ ഖളർ അലൈഹിസ്സലാമിന്റെ അടുത്ത പറച്ചൽ, വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ, വകൈഫ എങ്ങനെ, തസ്ബിറു നിങ്ങൾ ക്ഷമിക്കും, അലാമ ചില കാര്യങ്ങളുടെ മേൽ, എങ്ങനെയുള്ള കാര്യങ്ങളാകുന്നു, ലം തുഹിത് ബിഹി ആ കാര്യം കൊണ്ട് വലയം ചെയ്തിട്ടില്ല നിങ്ങൾ, ഖുബ്റൻ അറിവിനാൽ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും? ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും, ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ചില ന്യായങ്ങൾ എൻ്റെ അടുക്കലുണ്ട്, അതിന് ചില പൊരുളുകൾ എൻ്റെ അടുക്കലുണ്ട്. അത് നിങ്ങൾക്ക് അറിയാത്ത കാലത്തോളം നിങ്ങൾക്ക് ആ കാര്യത്തെ എതിർക്കേണ്ടി വരും. നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? നിങ്ങൾ എങ്ങനെ ക്ഷമിച്ചു നിൽക്കും എന്ന് ഖളർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉത്തരമുണ്ടായത് ഇങ്ങനെയാണ്: ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ വലാ അസ്വി ലക അംറാ. ഖാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, സതജിദുനി എന്നെ നിങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും, ഇൻഷാ അല്ലാഹ്. അത് എവിടെയും പറയേണ്ടതാണ്. അത് തബറുക്കിന്റെ വാചകമാണ്. മശിയത്തിനോട് ബന്ധപ്പെടുത്തിയിട്ടേ പറയാൻ പാടുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നെ നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ കഴിയും. സ്വാബിറൻ ക്ഷമയുള്ളവനായിട്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നല്ലേ, നോക്കിക്കോളൂ. അള്ളാഹുവിന്റെ മശിയത്തുണ്ടെങ്കിൽ ഞാൻ ക്ഷമാശീലനായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വല ആസൂലക്ക നിങ്ങൾക്ക് ഞാൻ വിരുദ്ധമായിട്ട് നീങ്ങുകയില്ല, അമ്രൻ യാതൊരു കാര്യത്തിനും എതിർ പ്രവർത്തിക്കുകയില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് മാത്രമേ ഞാൻ നീങ്ങൂ എന്ന് വാക്കുകൊടുത്തു. മൂസാ നബി ഖളർ അലൈഹിസ്സലാമിന് അങ്ങനെ ഉസ്താദിനോട് വളരെ ആദരവൊക്കെ കാണിച്ചുകൊണ്ട്, പറയാനുള്ളതൊക്കെ അങ്ങുമിങ്ങും പറഞ്ഞുകൊണ്ട്, കരാറുറപ്പിച്ചുകൊണ്ട് മൂസാ നബി ഖളർ അലൈഹിസ്സലാമിനോട് പിന്തുടർന്നു. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. قال له ഖളർ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മൂസാ നബി ചോദിച്ചു, ഹൽ അത്തബിഉക നിങ്ങളോട് ഞാൻ പിന്തുടരട്ടെയോ, അലാ അൻ തുഅല്ലിമനി നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന വ്യവസ്ഥയുടെ മേൽ, മിമ്മ ഉല്ലിംത നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന്, റുഷ്തൻ സന്മാർഗത്തിനാൽ, നിങ്ങൾക്ക് അള്ളാഹു ഒരുപാട് റുഷ്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സന്മാർഗങ്ങളാകുന്ന ഇൽമുകൾ, അതിൽ നിന്ന് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന കരാർ അനുസരിച്ച് ഞാൻ നിങ്ങളോട് പിന്തുടരാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ അതിന് അനുവദിക്കുമോ? ഒരു മുത്തഅല്ലിമിന്റെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഇത് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഈ ഉസ്താദാകാൻ പോകുന്ന ആള് പറയേണ്ടത് തീർത്തും ഖളർ നബി പറയുകയും ചെയ്തു. അതെന്താണത്? ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ. ഖാല അപ്പോൾ ഖളർ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നക തീർച്ചയായും നിങ്ങൾ, ലൻ തസ്തതിഅ നിങ്ങൾ കഴിവുള്ളവരാവുകയില്ല, മഅ എന്നോടുകൂടെ സബ്റൻ ക്ഷമിക്കുന്നതിന്. എന്നിൽ നിന്ന് അറിവടിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഈ ഉസ്താദ് നിങ്ങൾ മനസ്സിലാക്കിയത് പോലത്തെ ഉസ്താദല്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് നിങ്ങൾക്ക് അറിവടിക്കണമെങ്കിൽ, എന്നോട് നിങ്ങൾ സഹവസിക്കണമെങ്കിൽ, സഹകരിച്ച് നീങ്ങണമെങ്കിൽ നല്ല ക്ഷമ വേണം. നിങ്ങൾക്ക് അങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല. മൂസാ നബിയോട് ഖളർ അലൈഹിസ്സലാം പറഞ്ഞു. മൂസാ നബി പറഞ്ഞു, ഞാൻ ക്ഷമിക്കാൻ, നിങ്ങൾ എനിക്ക് അറിവ് പഠിപ്പിച്ചു തരുമല്ലോ, എന്റെ കടപ്പാടനുസരിച്ച് ഞാൻ ക്ഷമിക്കുക തന്നെ ചെയ്യാമെന്ന് മറുപടി പറഞ്ഞപ്പോ ഖളർ അലൈഹിസ്സലാമിന്റെ അടുത്ത പറച്ചൽ, വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ. വകൈഫ എങ്ങനെ, തസ്ബിറു നിങ്ങൾ ക്ഷമിക്കും, അലാമ ചില കാര്യങ്ങളുടെ മേൽ, എങ്ങനെയുള്ള കാര്യങ്ങളാകുന്നു, ലം തുഹിത് ബിഹി ആ കാര്യം കൊണ്ട് വലയം ചെയ്തിട്ടില്ല നിങ്ങൾ, ഖുബ്റൻ അറിവിനാൽ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും? ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും, ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ചില ന്യായങ്ങൾ എൻ്റെ അടുക്കലുണ്ട്, അതിന് ചില പൊരുളുകൾ എൻ്റെ അടുക്കലുണ്ട്. അത് നിങ്ങൾക്ക് അറിയാത്ത കാലത്തോളം നിങ്ങൾക്ക് ആ കാര്യത്തെ എതിർക്കേണ്ടി വരും. നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? നിങ്ങൾ എങ്ങനെ ക്ഷമിച്ചു നിൽക്കും എന്ന് ഖളർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു.
അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉത്തരമുണ്ടായത് ഇങ്ങനെയാണ്: قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. قال മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, സതജിദുനി, എന്നെ നിങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും, ഇൻഷാ അല്ലാഹ്. അത് എവിടെയും പറയേണ്ടതാണ്. അത് തബറുക്കിന്റെ വാചകമാണ്. മശിയത്തിനോട് ബന്ധപ്പെടുത്തിയിട്ടേ പറയാൻ പാടുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നെ നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ കഴിയും. സ്വാബിറൻ, ക്ഷമയുള്ളവനായിട്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നല്ലേ, നോക്കിക്കോളൂ. അള്ളാഹുവിന്റെ മശിയത്തുണ്ടെങ്കിൽ ഞാൻ ക്ഷമാശീലനായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വല ആസൂലക്ക, നിങ്ങൾക്ക് ഞാൻ വിരുദ്ധമായിട്ട് നീങ്ങുകയില്ല. അമ്രൻ, യാതൊരു കാര്യത്തിനും എതിർ പ്രവർത്തിക്കുകയില്ല. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാത്രമേ ഞാൻ നീങ്ങൂ എന്ന് വാക്കുകൊടുത്തു. മൂസാ നബി ഖളിർ അലൈഹിസ്സലാമിന് അങ്ങനെ ഉസ്താദിനോട് വളരെ ആദരവൊക്കെ കാണിച്ചുകൊണ്ട്, പറയാനുള്ളതൊക്കെ അങ്ങുമിങ്ങും പറഞ്ഞുകൊണ്ട്, കരാറുറപ്പിച്ചുകൊണ്ട് മൂസാ നബി ഖളിർ അലൈഹിസ്സലാമിനോട് പിന്തുടർന്നു. ഉസ്താദ് അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. അതെന്താണത്? قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. قال ഖളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉസ്താദാണ്, فإن اتبعتني, അപ്പോൾ നീ എന്നോട് പിന്തുടരുക എന്ന് വെക്കുകയാണെങ്കിൽ, ഫലാ തസ്അൽനി, എന്നോട് നീ ചോദിക്കരുത്, അൻ ഷൈഇൻ, യാതൊരു കാര്യത്തെക്കുറിച്ചും ചോദിക്കരുത്. മറുചോദ്യം ചോദിക്കാനോ എതിർക്കാനോ പാടില്ല ഒരു കാര്യത്തെ തൊട്ടും. ഹത്താ ഉഹദിസ ലക, നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത് വരെ, മിൻഹു, ആ കാര്യത്തെ സംബന്ധിച്ച് ദിക്റൻ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സമയമുണ്ട്. അതുവരെ നീ മിണ്ടാൻ പാടില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ കാണാനേ പാടുള്ളൂ. ഒരു നിലക്കും എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. തീർത്ത് പറഞ്ഞു ഖളിർ നബി. ഓൾറെഡി ഞാൻ അതിന് തയ്യാറുണ്ട്. നിങ്ങളിൽ നിന്നുള്ള ഇൽമു കെട്ടുകയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യവും ഒരു മറുചോദ്യവും ഒരു എതിർപ്പും പ്രകടിപ്പിക്കുകയില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കടലിന്റെ തീരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടുപേരെന്ന് പറഞ്ഞാൽ 3 പേരുണ്ടാവും. മൂസാ നബിയുടെ കൂട്ടുകാരനുമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ കടലിലൂടെ ഒരു കപ്പൽ ഇങ്ങനെ വരുന്നത് കണ്ടു. ഖളിർ നബി ആ കപ്പലിന് സിഗ്നൽ കാണിച്ചു, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. അങ്ങനെ ആ കപ്പൽ അടുത്തു വന്നു. ഈ 3 സംഘം ആ കപ്പലിൽ കയറി. കപ്പലിൽ കയറിയിട്ട് കപ്പൽ ഓട്ടം തുടങ്ങുന്നു. അതിനു മുമ്പായിട്ട് ആ കപ്പലിന്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു പക്ഷി വന്നിട്ട് ആ കടലിൽ നിന്ന് ഒരല്പ വെള്ളം കൊത്തിയെടുത്തു. അതങ്ങനെ പാറി. ഇത് മൂസാ നബിയും കണ്ടു, ഖളിർ നബിയും കണ്ടു. ഖളിർ നബി മൂസാ നബി അലൈഹി സ്വലാമിനോട് ഒരു കാര്യമുണർത്തി. എന്റെയും നിങ്ങളുടെയും മറ്റെല്ലാവരുടെയും വിജ്ഞാനം, അറിവുകൾ, ആ അറിവുകൾ അള്ളാഹുവിന്റെ മഹത്തായ അറിവിലേക്ക് ചേർത്താൽ ഈ സമുദ്രത്തിന്റെ വെള്ളത്തിൽ നിന്ന് ഈ പക്ഷിയുടെ കൊക്കിലൊതുങ്ങുന്ന വെള്ളം എത്ര കുറവാണോ അത്രമാത്രം കുറഞ്ഞതാണ് നമ്മുടെ എല്ലാവരുടെയും ഇൽമ കൂടിയത്. അത്ര വിശാലമായ ഇൽമിന്റെ ഉടമയാകുന്നു അള്ളാഹു. ഇതാണ് ആ പക്ഷി ഇപ്പോൾ ആ കാണിച്ചതിന്റെ അർത്ഥമെന്ന് ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു. ഇപ്പോൾ അവർ കപ്പലിലാണുള്ളത്. കപ്പൽ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ فانطلقا حتى إذا ركبا في السفينة خرقها قال خرقتها لتغرق أهلها لقد جئت شيئا إمرا. ഫന്തലക്ക, അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്തു കടൽ തീരത്തുകൂടെ. ഹത്താ ഇദാ റകിബ, അങ്ങനെ ഒരു കപ്പൽ വന്നു. അവർ രണ്ടുപേരും കയറി. ഫിസ്സഫീനത്തി, ആ കപ്പലിൽ കയറി. കപ്പലിൽ കയറിയിട്ട് കപ്പൽ കടലിലേക്ക്, ആഴക്കടലിലേക്ക് എത്തിയ സമയത്ത് ഖറഖ, ആ കപ്പലിന്റെ അടിയിലെ പലക പൊളിച്ചു ഖളിർ നബി. ഓടുന്ന കപ്പലിന്റെ അടിയിലെ പലക 1-2 പൊളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വെള്ളം ഒന്നായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കും. ആ കപ്പലിലുള്ളതും കപ്പലിലുള്ളവരൊക്കെ നശിക്കും. ഈ ആൾക്കാരാണെങ്കിലോ ഇവർ രണ്ടുപേരെയും കയറ്റിയിട്ട് ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ ടിക്കറ്റിന് കാശ് വാങ്ങിയപ്പോൾ ഇവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല. ഇത്ര നല്ല ആൾക്കാരാണ് അവർ. അങ്ങനെയുള്ള ആളുകളോട് അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഉപകാരം ചെയ്യുക എന്നല്ലാതെ ഉപദ്രവം ഒരിക്കലും ചെയ്യരുതല്ലോ. ഈ ചെയ്തത് പ്രത്യക്ഷത്തിൽ ഒരു ഉപദ്രവല്ലേ? അവരുടെ കപ്പലിന്റെ അടിപ്പലക
ഒരു മതിയെടുത്തുകൊണ്ട് പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഖദർ നബി അലൈഹി സ്വലാം ചെയ്തു. ഇത് കണ്ട മൂസാ നബി അലൈഹി സ്വലാമിന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഖാല, മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ആ ഖറഖ്തഹ, ഈ കപ്പൽ നിങ്ങൾ പൊളിക്കുകയാണോ? അതിന്റെ അനന്തരഫലം എന്തായാലും തോരിക്ക അഹ്ലഹ, അതിലുള്ള ആൾക്കാരെ, അതിന്റെ അഹലുകാരെ വെള്ളത്തിൽ മുക്കാൻ വേണ്ടിയിട്ട്. ലഖദ് ജീത, തീർച്ചയായും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഷൈഅൻ, ഒരു കാര്യത്തെ. എങ്ങനെയുള്ള കാര്യമാകുന്നു? ഇമ്രൻ, വളരെ ഗൗരവമുള്ള കാര്യം. ഇമ്രൻ തന്നെ അലീമൻ മുങ്കറൻ എന്നർത്ഥം. വളരെ ഗൗരവമുള്ളത്, വെടക്കെന്ന് ആരും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. മൂസാ നബി അലൈഹി സ്വലാം തുറന്നടിച്ചു. അപ്പോ ഒരു തെറ്റായ കാര്യം കണ്ടാൽ പണ്ട് തന്നെ അടങ്ങി നിൽക്കാൻ കഴിയില്ല. അയാളുടെ അറിവനുസരിച്ച് എപ്പോ പറയും. ആ ധർമ്മം മൂസാ നബി അലൈഹി സ്വലാം നിർവഹിച്ചു. ഇത് നിർവഹിച്ചു തന്റെ നാവിൽ നിന്ന് പുറത്തു ചാടിയതിന് ശേഷമാണ് ഖദർ നബിയുടെ മറുചോദ്യം ഉണ്ടായത്. ഖാല അലം വഖുൽ ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ. ഖാല, ഉടനെ ഖദർ അലൈഹിസ്സലാം ചോദിച്ചു, അലം വഖുൽ, അതല്ല ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ഇന്നക, തീർച്ചയായും നീ, ലൻ തസ്തതിഅ, നീ കഴിവുള്ളവനാവുകയില്ല എന്ന് എന്നോടുകൂടെ സ്വബറൻ, ക്ഷമിക്കാൻ കഴിവുള്ളവനാവുകയില്ല എന്ന് പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ? അതൊക്കെ ഞാൻ ക്ഷമിച്ചുകൊള്ളാം, ഒരു മറുചോദ്യവും എന്നിൽ നിന്നുണ്ടാവുകയില്ല എന്ന കരാർ അനുസരിച്ചല്ലേ എന്നോട് തുടർന്നിട്ടുള്ളത്. എന്നിട്ട് എന്തപ്പോ ഈ കാണുന്നത് ചോദിച്ചു. ഖാല ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. ഖാല, അന്നേരം മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ലാ തുആഖിദ്നി, എന്നെ നിങ്ങൾ ശിക്ഷിക്കരുത്. ബിമാ നസീതു, ഞാൻ മറന്നു ചെയ്ത കാര്യം കൊണ്ട്. ഞാൻ ആ ചെയ്ത കരാറ് മറന്നുപോയി, എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് ചെയ്തപ്പോ പെട്ടെന്ന് എനിക്ക് അതൊക്കെ മറന്നിട്ട് ഞാനത് പറഞ്ഞു പോയതാണ്. അപ്പൊ മറന്നുകൊണ്ടുണ്ടായ തെറ്റായത് കൊണ്ട് എന്നെ നിങ്ങൾ അതിന്റെ പേരിൽ ശിക്ഷിക്കരുത്, എന്നെ ഈ ദർസിൽ നിന്ന് പുറത്താക്കരുത്. വലാ തുർഹിഖ്നി, എന്നോട് നിങ്ങൾ നിർബന്ധിക്കരുത്. മിൻ അംരി, എന്റെ കാര്യത്തിൽ നിന്ന് ഉസ്റൻ, ഞെരുക്കത്തെ. എന്നെ നിങ്ങൾ പിരിച്ചുവിട്ടാൽ അത് വല്ലാത്തൊരു ഞെരുക്കമാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് കൂടിയിട്ടുള്ള ആളാണ്. ഞാനതിന് തയ്യാറാണ്. നിങ്ങൾ പഠിപ്പിച്ചു തരാനുള്ള ഇൽമ് നിങ്ങളുടെ എത്തുണ്ട്. അതുകൊണ്ട് ഒരു ഞെരുക്കമുള്ള ഒരു തീരുമാനം എടുക്കരുത്, എന്നെ പിരിച്ചുവിടരുത്. മൂസാ നബി അലൈഹി സ്വലാം ഖദറിനോട് കേണുകൊണ്ട് പറഞ്ഞു. അപ്പോ മറുചോദ്യം ചോദിക്കരുത്, ചോദ്യം ചെയ്യരുത് എന്നൊക്കെ കരാർ ചെയ്തെങ്കിലും തന്നിൽ നിന്ന് ഈ ചോദ്യം ഉണ്ടായി. തൽക്കാലം മാപ്പ് ചെയ്തു. فانطلقا حتى إذا لقيا غلاما فقتله قال قتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. അങ്ങനെ കപ്പലിൽ നിന്ന് അവർ ഇറങ്ങി. ഈ കപ്പൽക്കാരാണെങ്കിലോ ഇവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല. വൻതൊലക്ക, അങ്ങനെ ഇവർ രണ്ടുപേരും കരയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹത്താ ഇദാ ലഖിയ, അങ്ങനെ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ ഗുലാമൻ, ഒരു കുട്ടിയെ കണ്ടുമുട്ടി. കളിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്ന കൂട്ടത്തിൽ ഒരു നല്ല കുട്ടി, കാണാനൊക്കെ ഭംഗിയുള്ള ഒരു കുട്ടി ആ കൂട്ടത്തിലുണ്ട്. ആ കുട്ടിയെ ഇവർ കണ്ടുമുട്ടിയപ്പോൾ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു. ഫഖതലഹു, ഉടനെ ഖദർ നബി അലൈഹി സ്വലാം ആ കുട്ടിയെ കൊന്നു. കത്തി കൊണ്ട് കടുത്തറുത്തു കൊന്നുവെന്നും അതല്ല തല പിടിച്ച് തിരിച്ച് കൊലപ്പെടുത്തിയെന്നും അതല്ല മതിലിൽ അടിച്ചു കൊന്നതാണെന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും കൊന്നു എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കണ്ട ഉടനെ ഇതാണ് ചെയ്തത്. ഇത് കണ്ട മൂസാ നബി എന്ത് വേണം? ഖാല, മൂസാ നബി അലൈഹി സ്വലാം ഖദറിനോട് ചോദിച്ചു, ആ ഖതൽത, നീ കൊല്ലാണല്ലോ ചെയ്തത്, നഫ്സൻ, ഒരു ശരീരത്തെ, സക്കിയത്തൻ, പരിശുദ്ധമായി, ഒരു തെറ്റും കുറ്റം ഇന്നുവരെ ചെയ്തിട്ടില്ല. അത്ര പ്രായമേ അതിനായിട്ടുള്ളൂ. തെക്ലീഫിന്റെ പ്രായം എത്തിക്കാത്ത പരിശുദ്ധനായ ആ കുട്ടിയെ നിങ്ങൾ കൊല്ലാണല്ലോ ചെയ്തത്. ബിഗൈരി നഫ്സിൻ, അത് മറ്റൊരാളെ കൊന്നിട്ട് അതിന് പകരത്തിലുള്ള കൊലയാണെങ്കിൽ തെറ്റില്ലായിരുന്നു. ഒരു നഫ്സിനെയും യാതൊരു വിധത്തിലുള്ള ഉപദ്രവം ചെയ്യാത്ത ഒരു കുട്ടിയെ നിങ്ങൾ കൊല്ലാണല്ലോ ചെയ്തത്. ലഖദ് ജീത, തീർച്ചയായും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഷൈഅൻ നുക്രൻ, വളരെ വെറുക്കപ്പെട്ടതായ ഒരു കാര്യത്തെയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തത്. രണ്ടാമത്തെ ചോദ്യവും ഉണ്ടായി. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമിനെ ഖദർ നബി അലൈഹിസ്സലാം വീണ്ടും താക്കീത് ചെയ്തിട്ട് തൽക്കാലം ദർസിൽ നിന്ന് പുറത്താക്കാതെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി തുടരും. അർഹമുർ റഹീമായ അല്ലാഹു കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.